Hey guys, welcome back to my channel. ആവേശം എടാ മോനെ പൊളിച്ച് പടം ലെവൽ പടം. നമ്മളാ ഏറ്റവും കൂടുതൽ മുൾമുനെ നിർത്തുന്നത് ഫഹദ് ഫാസിലും പിന്നെ നമ്മുടെ സജിൻ ഗോപ്പുവാണ്. സജിൻ ഗോപ്പിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. First of all, movie directed by Jittu Madhavan. Yes, Romancham teams are back again. അടിപൊളി പടം, ബ്രില്യൻ, നല്ല അടിപൊളി ഡയറക്ഷൻ. നമ്മൾ ഒരിക്കലും ഡിസപ്പോയിന്റ് ആക്കിയിട്ടില്ല. നമ്മൾ രോമാഞ്ചം പ്രതീക്ഷ തന്നെയാണ് പോണെങ്കിലും നമുക്കൊരു ഡബിൾ രോമാഞ്ചം നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ സജിൻ ഗോവിനെ പറ്റി എടുത്തു പറയണം. എൻ്റെ മോനെ, ഫഹദ് ഫാസിൽ കഴിഞ്ഞ പിടിച്ച് ഫഹദ് ഫാസിനോട് മുട്ടി നിൽക്കുന്ന ഒരാളാണ് സജിൻ ഗോപൻ. ഒരു രക്ഷയില്ല. ഇങ്ങനെ പെർഫോമൻസ് ഉണ്ടല്ലോ, അയ്യോ, കോമഡി ആയാലും ബോഡി ലാംഗ്വേജിലും ആ എക്സ്പ്രഷനിലും കണ്ണിലും ഒരു ഇങ്ങനെ ചിരി, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അതും ആക്ച്വലി ഇങ്ങനെ തുടക്കമാണ് സിനിമയിലുള്ള ഇങ്ങനെ സീരീസുകളൊക്കെ ചെയ്ത് ഇപ്പം ഈ ഇങ്ങനത്തെ ഒരു കോമഡി ഫണ്ണൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ സജിൻ്റെ റേഞ്ച് വേറെയാണ്. ഒരു രക്ഷയില്ല. പിന്നെ ഫഹദ് ഫാസിൽ ഒബ്വിയസ്ലി ഇതിലങ്ങ് ജീവിച്ച് കാണിക്കുകയാണ് ചെയ്തത്. രംഗനായിട്ട് അങ്ങ് ജീവിക്കുകയാണ് ചെയ്തത്. എൻ്റെ മോനെ എന്തുകൂടെ ഫഹദ് ഫാസിൽ ആ ഒരു ലീൻ ബോഡി വെച്ചിട്ട് ആ ഒരു മാസമായാലും എൻ്റെ ആകുമ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ ഇതിലത്തെ പ്രൊഡ്യൂസർ എടുത്ത് പറയണം, ഫഹദ് ഫാസിൽ, നസ്രിയ, അൻവർ റഷീദ്. ഈ 3 കോംബോ വരുമ്പോൾ തന്നെ തിയേറ്റർ ഫുള്ളാണ്. പിന്നെ ഹിപ്സ്റ്ററിൻ്റെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു. കാരണം ഹിപ്സ്റ്ററിന് ഞാൻ ഞെട്ടിപ്പോയി. ഹിപ്സ്റ്റർ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമോ, ഞാൻ ഞെട്ടിപ്പോയി. ബട്ട് ഹിപ്സ്റ്റർ ജസ്റ്റ് റോക്ക്ഡ്. പിന്നെ റോഷൻ ഷാനവാസ് എന്ന് പറഞ്ഞ, പിന്നെ മിഥുൻ, സായി ശങ്കർ, ഇവരും 3 പേരും തകർത്തിട്ടുണ്ട്. പറഞ്ഞ ഒബ്വിയസ്ലി അടിപൊളിയാണ്. ഇവർക്ക് എന്തായാലും ഒരു നല്ലൊരു അവാർഡ് ഡിസേർവിംഗ് ആണ്. ഒരു ന്യൂ കമേഴ്സിന് നല്ലൊരു അവാർഡ് ഇവർക്ക് ഉറപ്പായിട്ട് ഡിസേർവിംഗ്. കാരണം ഇവരുടെ പെർഫോമൻസ് ചില്ലറയല്ല, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അത്ര റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചുകൊണ്ട് ഈ 3 പേരും, ഈ ഹിപ്സ്റ്ററും റോഷനും മിഥുനും ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മുടെ മൻസൂർ അലിഖാനുണ്ട്. മൻസൂർ അലിഖാനൊക്കെ റേഞ്ച് തകർത്ത്. പിന്നെ ആശീഷ് വിദ്യാർക്ക് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇത്രയും വേണം ഈ പടത്തിൻ്റെ മെയിൻ ലീഡ്. ഫഹദ് ഫാസിൽ, സാജിൻ, ഹിപ്സ്റ്റർ, റോഷൻ, മിഥുൻ, ഇവരും തകർത്തു. പിന്നെ പറയണ്ട, പടത്തിൻ്റെ നെടുന്തൂണായ സുഷിൻ ശ്യാം, BGM സ്കോർ ആയാലും സോങ്ങിലായാലും ചുമ്മാ മജ്ജ എന്ന് പറഞ്ഞാൽ മജ്ജായിരുന്നു, അടിപൊളിയായിരുന്നു. തിയേറ്റർ മൊത്തം ഇളകി മറിഞ്ഞായിരുന്നു. ഒരു രക്ഷ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അയ്യോ, അവസാനത്തെ 30 മിനിറ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഒരു ഫഹദ് ഫാസ്, നമ്മൾ കുമ്പളങ്ങിയിൽ ഫഹദ് ഫാസിൻ്റെ ഒരു റേഞ്ച് മാറൂലേ, അതേപോലെ ഫഹദ് ഫാസിൻ്റെ റേഞ്ച് അങ്ങ് മാറും. ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് ഫഹദ് ഫാസിനകത്തുള്ള ആ 3 പേരും ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. സജിൻ ഗോപിനൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഡിസേർവിങ് ആണ്, ഒരു അവാർഡ് ഡിസർവിങ് ആയിട്ടുള്ള ആക്ടറാണ്. ഫഹദ് ഫാസിൽ ഇവരെല്ലാം ഡിസർവിങ് ആണ്. നല്ല നമുക്കറിയാം, നമുക്ക് മലയാളത്തിൽ കിട്ടിയ ഒരു മുത്താണ് ഫഹദ് ഫാസിൽ. എടുത്തു പറയും ഞാൻ, മലയാളത്തിൻ്റെ സ്വന്തം മുത്താണ് ഫഹദ് ഫാസിൽ. അതുമാത്രമല്ല, എന്തായാലും ഈ പടം തമിഴ്നാട്ടിലും ഉറപ്പായിട്ട് ഈ പടം സ്വീകരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് ശേഷം മിക്കവാറും തമിഴ് ഓഡിയൻസ് എടുക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഈ ആവേശം എന്തായാലും അവർ പടം എടുക്കും. കാരണം അങ്ങനെയാണ് പടം പോകുന്നത്. മേക്കിങ്ങിലും സ്റ്റണ്ട് സീക്വൻസ് ആയാലും, ഇതിൽ സ്റ്റണ്ടുണ്ട്. സ്റ്റണ്ടിൻ്റെ ആക്ടറിൻ്റെ പേര് ചേതൻ ഡിസൂസ എന്നാണ്. അടിപൊളി സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ആയിരുന്നു. ആക്ഷനൊക്കെ അടിപൊളിയായിരുന്നു, മാസ് ആക്ഷൻ ആയിരുന്നു. പിന്നെ സൗണ്ട് മിക്സ് ആയാലും ക്യാമറ വർക്കും എല്ലാം എഡിറ്റിങ്ങും എല്ലാം പക്കയായിരുന്നു. ഒന്നും പറയില്ല. 100% എൻ്റർടൈൻമെൻറ്റ് പടം. പെർഫെക്റ്റ് തിയേറ്ററിക്കൽ മൂവി ആയിരുന്നു. ഗുമ്മെന്നിരുന്ന പടം, അടിപൊളി. ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്, എൻജോയ് ദ ലെവൽ. അടിപൊളി സിനിമ, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. വേറെ ഒന്നും പറയാനില്ല, ഗംഭീര പടം. ബ്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാം. അടിപൊളി സിനിമ, റിയലി എൻജോയ് ദ മൂവി. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം മാനം KC. എല്ലാം ആവട്ടെ.